ഇങ്ങനെ വിചിത്ര രീതിയിൽ ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നാൽ മറ്റൊരു സംഭവം വേറൊരു ഭക്തൻ്റെ കഥയിൽ നേരെ മറിച്ച. അതെന്താ? കഷ്ടം ഭവാനയൊരു പാണ്ഡ്യൻ ഭജിച്ചളവൊര അഗസ്ത്യേന നീപത ശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. ഭഗവാനെ കഷ്ടം ആശ്ചര്യം തോന്നുന്നു കേട്ടോ അവിടുത്തെ ഈ പ്രവൃത്തികൾ കാണുമ്പോൾ, ലീലകൾ കാണുമ്പോൾ. എന്താ അവിടുത്തെ ഈ പ്രവൃത്തികളുടെയൊക്കെ പുറകിലുള്ളൊരു ഉദ്ദേശം തൊട്ട് മനസ്സിലാവണമില്ല ചിന്തിച്ചിട്ട്. എന്താ അത്? ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ച അളവ്. ഇവിടെ ഇന്ദ്രദ്യുമ്നൻ എന്നു പേരായ പാണ്ഡ്യരാജാവ് ദ്രാവിഡ ദേശം ഭരിച്ചിരുന്നു അത്രേ. അദ്ദേഹം തികഞ്ഞ ധർമ്മനിഷ്ഠൻ, ഭഗവത് ഭക്തൻ, ഈശ്വരാരാധന രൂപേണ സർവ്വ രാജ്യഭരണവും കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു. അങ്ങനെ മനസ്സിന് ഏറെക്കുറെയൊക്കെ പക്വത വന്നു. മക്കളൊക്കെ പൂർത്തിയായി രാജ്യം ഭരിക്കാൻ. അവരെ രാജ്യഭാരമേൽപ്പിച്ച് കൂടുതൽ തീവ്രഭജനത്തിന് വേണ്ടി കാട്ടിൽ പോയിട്ട് അങ്ങനെ ഭഗവാനെ ഭജിച്ചുകൊണ്ട് അങ്ങനെ ഭക്തിയോടുകൂടി ഭഗവത് ധ്യാനത്തിൽ അങ്ങനെ മുഴുകി അങ്ങനെ കഴിയണ കാലം. ഒരു ദിവസം നമ്മുടെ അഗസ്ത്യ മഹർഷി ആ ഭക്തനെ അനുഗ്രഹിക്കാനായിട്ട് അവിടെ വന്നു. അന്ന് അദ്ദേഹം മൗനം അവലംബിച്ചിരിക്കുകയായിരുന്നു. മഹർഷി വന്നു, അറിഞ്ഞു, പക്ഷേ എഴുന്നേറ്റതും ആദരിച്ചതൊന്നുമില്ല അത്രയും. മഹർഷിയോ അദ്ദേഹത്തിനെ നിന്റെ ബുദ്ധി സ്തബ്ധമായിരിക്കുകയാണ്. ഈ അനുഷ്ഠാനങ്ങളുടെയും സാധനയുടെയും എല്ലാത്തിൻ്റെയും ഫലമല്ലേ മഹത്സംഗം. അതിനേക്കാൾ വലിയൊരു സാധനയുണ്ടോ? എന്നിട്ട് നീ മനസ്സിലാക്കണില്ല. നിന്നെ ജ്ഞാനോപദേശം ചെയ്യാൻ വേണ്ടി വന്നതായ തന്നെ അവഹേളിച്ചു, കൊടുത്തു ഒരു ശാപം. അതിൻ്റെ തമോ ഗുണം കൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തോന്നിയത്. അത് മുഴുവൻ അനുഭവിച്ച് തീർട്ടെ, എന്നാലല്ലേ ഇനി സദ്ഗതിയുള്ളൂ എന്ന് സങ്കല്പിച്ച്. മുനികളുടെ ശാപമൊക്കെ അനുഗ്രഹമാണേ. ആനയായി പോകുന്നൊരു ശാപം. എന്തിന്? ഇന്ദ്രദ്യുമ്ന മഹാരാജാവ് പാലാഴിയുടെ സമുദ്ര നടുക്കുള്ള ത്രികൂടപർവ്വതത്തിൽ വലിയൊരു കൊമ്പനാനിയായിട്ട് വന്നു. പക്ഷെ കൊമ്പനാനിയായെങ്കിലും അവിടെയും രാജാവായി. സിംഹങ്ങളെ മുഴുവൻ കിടുകിട പറപ്പിച്ചു. യാനയുടെ മത്തകത്തിലെ മതം പൊട്ടിയിട്ടുള്ള വെള്ളത്തിൻ്റെ മണമേറ്റാൽ സിംഹം പുലി കരടിയൊക്കെ ഓടി ഒളിക്കും. സാധുമൃഗങ്ങൾക്ക് രക്ഷയായിക്കൊണ്ട് കാടിനെ മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് ആനക്കൂട്ടങ്ങളോടുകൂടി ആടിച്ച് തിമിർത്ത് രസിച്ച് അങ്ങനെ നടക്കണു. ഭയങ്കരമായൊരു വേനൽക്കാലം. വെള്ളം ദാഹം കൊണ്ട് ആനക്കൂട്ടങ്ങളൊക്കെ കൂടി എന്നെ അന്വേഷിച്ച് നടന്ന് ഒരു താമരപ്പൊയ്ക കണ്ട് ആ താമരപ്പൊയ്കയിൽ ഇറങ്ങി. ആ താമരപ്പൊയ്കയിൽ ആനക്കൂട്ടങ്ങൾ ഇറങ്ങിയതും ഈ കൊമ്പൻ്റെ തന്നെ കാലിൽ വന്നിട്ട് അതിൽ കിടന്നിരുന്ന ഒരു മുതലപിടി കൂടുകയും ചെയ്തു. അറിഞ്ഞില്ല. വെള്ളം കുടിച്ചു, ദാഹം മാറി. അത് കഴിഞ്ഞ് പൂതുന്നു, വിശപ്പ് മാറി. പിന്നെ വെള്ളത്തിൽ കിടന്നു, ചൂട് പോയി, തണുപ്പായി. പിന്നെ തുമ്പിയിൽ വെള്ളം എടുത്ത് ഭാര്യയുടെയും കുട്ടികളുടെ മേലൊക്കെ അങ്ങടും ഇങ്ങടും ഒക്കെ ഒഴിച്ച് രസിച്ചും അങ്ങനെ കളിച്ചും അങ്ങനെ കഴിഞ്ഞുകൂടി. എല്ലാവരെയും അവസാനം കയറ്റി താൻ നേതാവ് അവസാനം കയറാൻ നോക്കുമ്പോൾ അപ്പോഴാ കാല് വരണില്ല. മുതല പിടിച്ചു എന്ന് മനസ്സിലായി. ഉള്ള ശക്തിയൊക്കെ എടുത്ത് വലിച്ചു നോക്കി. ഈ കാട് മുഴുവൻ ഇളക്കി നടന്ന സിംഹത്തെപ്പോലും കിടുകിട പറപ്പിക്കുന്ന എനിക്ക് മുതല വലുതുണ്ടോന്നായിരുന്നു. തൻ്റെ ശക്തിയിലൊരു അഭിമാനം ഉണ്ടായിരുന്നു. ഉള്ള ശക്തി മുഴുവൻ എടുത്ത് വലിച്ചു, കിട്ടണില്ല. അപ്പോൾ ദീനമായി കരയാൻ തുടങ്ങി. മറ്റുള്ള കൂട്ടത്തിലുള്ള ആനകളൊക്കെ ഓടി വന്നു. എല്ലാ ആനകളും കൂടി കിളഞ്ഞു ശ്രമിച്ചു. എന്നിട്ടും ഈ മുതലേന്ന് ആനയെ രക്ഷപ്പെടാൻ സാധിച്ചില്ല. അത്രയും അർത്ഥം. അവസാനം താൻ ആർക്ക് വേണ്ടി ജീവിച്ചോ ആ ആനക്കൂട്ടങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ഈ ആനയെ ഉപേക്ഷിച്ചു പോയി. ആന തളർന്നു, അവശനായി. മുതല വെള്ളത്തിൽ താഴ്ത്തി കൊണ്ടുപോകുന്നു. തൻ്റെ ശക്തിയും ഇവരുടെയൊക്കെ ശക്തിയും ഈ മുതലിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ പോരാ എന്ന് തോന്നിയില്ലേ ആ ആനയ്ക്ക്? അപ്പോൾ വല്ലാതെ മനസ്സുകൊണ്ട് വിഷമം തോന്നി. ആ സമയം കഴിഞ്ഞ ജന്മത്തിൽ ഇന്ദ്രദ്യുമ്നായിരുന്ന ഭഗവാനെ ഭജിച്ച ആ സ്തോത്രം ഓർമ്മ വരണു. ആ സ്തോത്രം കൊണ്ട് ഭഗവാനെ ഭജിക്കാൻ തുടങ്ങി. ഭഗവാനോ ഒരു ദേവതകളും ആ ഭക്തനെ അനുഗ്രഹിക്കാൻ വേണ്ടിരുന്ന സമയത്ത് സ്വയം ശ്രീഹരിയായിട്ട് അവതരിച്ച് ഗരുഡോപരി ഇതാ ആ താമരപ്പയ്കയുടെ മുകളിൽ വന്നു. ചക്രം നക്രേണ ഹത്വ കരിവരനഥ സായുജ്യമേകി മുകുന്ദൻ. ചക്രമയച്ച് ആ നക്രത്തിൻ്റെ മുതലയുടെ കഴുത്തർത്തു. കൈകൊണ്ട് ആനയുടെ തുമ്പി പിടിച്ച് മുകളിലേക്കൊരു വലിയും. അതോടെയോ ഗജേന്ദ്രോ ഭഗവത് സ്പർശാത് വിമുക്തോ അജ്ഞാനബന്ധന. ആനയുടെ തുമ്പിയിലെ ഭഗവാൻ പിടിച്ച് വലിച്ചതും ആനയല്ലാണ്ടായി, മറ്റൊരു മഹാവിഷ്ണുവായി. ഉടനെ മറ്റൊരു ഗരുഡൻ വന്നു. 2 ഗരുഡൻ്റെ പുറത്ത് കയറി 2 വിഷ്ണുമാരും കൂടി വൈകുണ്ഠത്തിലേക്ക് പോയി എന്നാണ് കഥ. എന്താ ഇവിടെ പറയണത്? ഭഗവാനെ അവിടത്തെ
മഹാപാപം ചെയ്ത് അവസാനം പുത്രനെ വിളിക്കാന്ന വ്യാജേന നാരായണ നാമം ജപിച്ചപ്പോഴേക്കും 4 ദിവ്യപുരുഷന്മാരെ അയച്ചു കൊടുത്ത് യമദൂതന്മാരെന്ന് മോചിപ്പിച്ചു. ഇവിടെ ഒരു ഭക്തൻ ഒരു അധർമ്മവും ചെയ്യില്ല, ധർമ്മം മാത്രം ചെയ്ത് ഈശ്വരനിഷ്ഠയോടുകൂടി രാജ്യവും ഭരിച്ച് അവസാനം കാട്ടിലിരുന്ന് ഏകാന്ത ധ്യാനത്തിലിരുന്ന അദ്ദേഹം ഈ ഒരു തെറ്റും ചെയ്തില്ല. അദ്ദേഹത്തെ ഈ മഹർഷിയെ കൊണ്ട് ശവിപ്പിച്ച് ആനയാക്കി തീർത്തു. പോരാ, ആ ജന്മത്തിൽ പിന്നെ ആ മുതലെ കൊണ്ട് കടിപ്പിക്കും. ഇത്രയും 1000 ആണ്ടുഴന്നാൻ കുംഭീന്ദ്രൻ പോയി ത്രികൂടാചല സരസി മുതാന്നാണ്. 1000കണക്കിന് വർഷക്കാലം, അനന്തമായ കാലത്തിൽ 1000 വർഷം എന്താണുള്ളതൊന്നുമില്ല. ഇങ്ങനെ കഷ്ടപ്പെടുത്തിയില്ലേ പ്രഭോ ഭഗവാനെ? നക്രേണ കാൽക്കഥ കടിപ്പിച്ചതും അങ്ങനെ ആ ജന്മത്തിലെ ശാപം കൊണ്ട് ആനയാക്കിച്ചു, പിന്നെ ഈ മഴയെ കൊണ്ട് കടിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ ഓർക്കാവതല്ല ഹരി. ഭഗവാനെ, എന്തൊരു വിരുദ്ധമാണ് അവിടുത്തെ ലീലകൾ. ഇത് പറയാ ഭഗവാനോട്, ഭഗവാനെ അവിടുത്തെ കാരുണ്യം എന്നിലുണ്ടാകണമേ. ഭഗവാന്റെ ആ ലീലകളുടെ താല്പര്യം മനസ്സിലാക്കാൻ അല്പബുദ്ധിയായ എന്നെ കൊണ്ടാവില്ല പ്രഭോ എന്ന് പ്രാർത്ഥിക്കണു. നമുക്ക് മനസ്സിലാവില്ല ഭഗവാന്റെ അനുഗ്രഹ ലീലാത്രയർത്ഥം. ഈ ആനയ്ക്ക് ആ നമ്മുടെ ഓരോ ജീവൻ്റെയും കഥയാണ് പറഞ്ഞത്. ഓരോ ജീവനും ഈ സംസാരമാകുന്ന ഈ താമരപ്പൊയ്കയിലെ ഈ ദേഹത്തിൽ അഭിമാനിച്ച് എൻ്റെ ശക്തി കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് കഴിയുക. ആരും അറിയണില്ല കാലിൽ മുതല പിടിച്ചിട്ടുള്ളത്. ജീവന്മാരുടെയൊക്കെ കാലിൽ മുതലുണ്ട്. ഏതാ? പ്രാരബ്ധമാകുന്ന മുതല. അതിഭയാനക ഗജമായി താഴും ഞാൻ പതിത പാവന ഭഗവാനേ. ഈ സംസാരത്തിലെ അജ്ഞാനം കൊണ്ടുണ്ടായ കർമ്മവാസനകളാണ്. അജ്ഞാനം കൊണ്ടാണ് ശരീരാഭിമാനം വന്നത്. ശരീരാഭിമാനം കൊണ്ടാണ്, അജ്ഞാനം കൊണ്ട് തന്നെ നനച്ചില്ല, തന്നെ മറന്നു. അതുകൊണ്ട് ദേഹാഭിമാനം വന്നു. അതുകൊണ്ട് ഓരോന്നിൽ ആഗ്രഹം വന്നു. ആ ആഗ്രഹങ്ങളെ കൊണ്ട് കർമ്മം ഉണ്ടായി. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ജനിക്കേണ്ടി വന്നു. ജനിച്ചതുകൊണ്ട് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഓരോ ജീവന്മാരും ഈ സംസാരത്തിൽ വന്ന് കഷ്ടങ്ങൾ അനുഭവിക്കണോ? എന്തുകൊണ്ട്? ആ കർമ്മത്താൽ, പ്രാരബ്ധത്താൽ. ഈ ശരീരം പോയതുകൊണ്ട് രക്ഷയില്ല. വീണ്ടും കർമ്മം പുതുതായിട്ട് ശരീരം തരാൻ തയ്യാറായിരിക്കണ്ടല്ലോ. അജ്ഞാനം നശിക്കാത്തത്തോളം കാലം, സ്വരൂപ വിസ്മൃതി തിരിച്ചു സ്വരൂപ വിസ്മൃതി നീങ്ങി സ്വരൂപ സ്മരണ വീണ്ടെടുക്കാത്തത്തോളം കാലം ഇതിൽ തന്നെ തുടരേണ്ടി വരണു. അവസാനമോ ഭഗവാന്റെ ആ സ്പർശം ഉണ്ടായപ്പോൾ അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനായി. അജ്ഞാനത്തിൽ നിന്ന് മുക്തനായ പിന്നെ ജീവൻ ആനയോ മനുഷ്യനോ മൃഗോ വലുതുവാണോ? അജ്ഞാനം കൊണ്ടാണ് ശരീരമനോബുദ്ധികളിൽ ഞാനെന്ന് അഭിമാനിച്ച് ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാൻ മനുഷ്യനായും മൃഗമായും ഇവിടെ വരേണ്ടി വരുന്നത്. അജ്ഞാനം നീങ്ങിയ ജീവൻ ഈശ്വരനാണ്. പരമാത്മാവല്ലേ അജ്ഞാനത്താൽ ജീവാത്മാവിനെ പോലെ വ്യവഹരിക്കുന്നത്. അതാണ് ഭഗവത് സ്വരൂപിയായി എന്ന് പറഞ്ഞത്. അത് നാം എന്ത് ചെയ്യണം? മനമാകുന്നതാം നളിന സൂനത്തെ നലമോടെ തവ പദതാരിൽ കരുണാമാർപ്പിപ്പൂ കരുണാസാഗര മുരഹര ഭവ മധുരീപോ. ഭഗവാനെ, ഈ മനസ്സാകുന്ന താമര, മനസ്സാക്ഷിയാകുന്ന ആ വിഷ്ണുവിൻ്റെ പാറത്ത് കയ്യിൽ കൊട സമർപ്പിക്കാറാവണം എന്നർത്ഥം. മനസ്സിനെ ഭഗവാന് കൊടുക്കാനാവണം എന്നർത്ഥം. പുറത്തെ താമരയല്ല നമുക്ക് സമർപ്പിക്കേണ്ടത്. ഗജേന്ദ്രൻ അങ്ങനെ സാധിച്ചു അല്ലേ? ഈ മനസ്സ് ചിത്തവൃത്തികളാണ്, ചിന്തകളാണ് മനസ്സിലുണ്ടാക്കണം. അതിന് പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാന്റെ കയ്യിലാണ് കൊടുത്താൽ പിന്നെ മനസ്സില്ല, പിന്നെ ജീവഭാവമില്ല, വിഷ്ണു സ്വരൂപനായോ. അപ്പോൾ ആ കഥകളൊക്കെയാണ് ഇവിടെ എഴുത്തച്ഛൻ സ്മരിക്കുന്നത്. പക്ഷേ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പേടിയാവണം. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കഥയിലേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ അത് നമ്മളെ പിടിച്ചു വലിച്ചുകൊണ്ടുപോകും. അതുകൊണ്ട് നോക്കൂ, ഭഗവാന്റെ വിചിത്ര ലീലകൾ നോക്കൂ. 6 മാസം കൊണ്ട് നാരദഭക്തനായ ധ്രുവന് ഭഗവാൻ ദർശനം കൊടുത്തൂലേ. ഒരു രാത്രി വെണ്ണില ഏതാനും യാമം, അവസാന യാമം ആ പിങ്കള എന്ന് പറഞ്ഞ വേശ്യാസ്ത്രീ, ആ മഹാത്മാവ്, അവധൂത മഹാത്മാവിൻ്റെ മേല് തട്ടിയ കാറ്റ് അവളുടെ മേലടിച്ചപ്പോഴേക്കും അവൾക്ക് വിവേകവും വൈരാഗ്യം ഉദിച്ചു. അവൾക്ക് ഭഗവാനെ ആശ്രയിച്ച് മുക്തയാവാൻ സാധിച്ചു എന്നർത്ഥം. നോക്കൂ ഓരോരുത്തരുടെ കഥ. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് അദ്ദേഹം ഈ ആത്മസാക്ഷാത്കാരം, ജീവൻ മുക്താവസ്ഥ കൈവരിച്ചു എന്നർത്ഥം. ഓരോരുത്തരുടെയും നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം എന്താ അങ്ങനെ വരണതെന്ന്. ഇനി അടുത്ത വിചിത്രമായ വേറൊരു ലീല. ഖഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണായ നമം നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമം.
ഇവിടെ ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ഇങ്ങനെ ഇട്ട് കട്ടപ്പെടുത്തി അല്ലേ? ആ ജന്മത്തിലില്ല മുക്തി, പിന്നെ ഒരു ആനയാക്കി തീർത്ത് അവിടെയും മുതലേ കൊണ്ട് കടുപ്പിച്ച് ഇങ്ങനെയൊക്കെ കട്ടപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായോ എൻ്റെ ഭഗവാനെ? അവിടുത്തെ എന്തിനാ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചാൽ പിടി കിട്ടണില്ല കേട്ടോ. എന്നാൽ ഖഡ്വാങ്കൻ എന്ന മഹാരാജാവ് സൂര്യവംശി രാജാവായിരുന്നു. ഖഡ്വാങ്കൻ്റെ വംശത്തിലെ മഹാപ്രഭു ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചത്. ആ ഖഡ്വാങ്കൻ അദ്ദേഹത്തിൻ്റെ ഭക്തിനിഷ്ഠ ധർമ്മനിഷ്ഠ അദ്ദേഹത്തിൻ്റെ പ്രഭാവം അത്ര കേമായിരുന്നു. സ്വർഗവാസികളെപ്പോലും അത്ഭുതപ്പെടുത്തിയത്രേ നത്തം. അങ്ങനെ സ്വർഗവാസികൾക്ക് യുദ്ധത്തിന് ആളില്ലാണ്ട് സഹായത്തിന് ഈ ഖഡ്വാങ്കനെ വിളിച്ചു കൊണ്ടുപോകവർ. അവരാൽ പോലും ആരാധ്യനായി വരുന്ന മഹാത്മ. യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർക്ക് അദ്ദേഹത്തിന് വരങ്ങൾ കൊടുക്കാൻ തയ്യാറായി. വിവേകിയായ അദ്ദേഹം കുട്ടിയിലെ മനസ്സ് ഭഗവാനിൽ ഉറച്ച ആളായിരുന്നേ. ബാല്യേ അധർമ്മേന മനസ്പൃശതെന്ന അദ്ദേഹം പറയണത്. കുട്ടിക്കാലത്ത് പോലും എൻ്റെ മനസ്സ് ഭഗവാനിലേക്ക് അല്ലാണ്ട് ഈ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല, അധർമ്മത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ആ ഭക്തി വളർന്ന ആ മഹാത്മാവ് വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ചോദിച്ചു, ആട്ടെ നിങ്ങൾ ഭോഗങ്ങളല്ലേ വരം തരിക, അതൊക്കെ അനുഭവിക്കാൻ ഇത്ര ആയുസ്സുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയോ അങ്ങേക്ക് ഏകദേശം മുഹൂർത്ത നേരം 2 നാഴികയുള്ളൂ ഇത്ര ആയുസ് നൃത്തം. കഷ്ടിച്ച് 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭോഗവും വേണ്ട, ഒന്നും വേണ്ട, വിഷയങ്ങളും വേണ്ട, എന്നെ നിങ്ങളൊന്ന് ഭൂമിയിൽ കൊണ്ടാക്കുമോ? സ്വർഗത്തിലിരുന്ന് മുക്കി സാധ്യമല്ല. ഭൂമിയിൽ അദ്ദേഹനെ കൊണ്ടാക്കി അദ്ദേഹം ആ രാജ്യമൊക്കെ വേണ്ടവരെ ഏൽപ്പിച്ചു. ആ 2 നാഴിക സമയം കൊണ്ട് മനസ്സ് ബാഹ്യവിഷയങ്ങളിൽ പിൻവലിച്ച് ആ ഭഗവത് സ്വരൂപത്തിൽ അങ്ങനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിച്ച് ജീവൻ മുക്തനായിട്ട് ഈ ശരീരത്തെ അങ്ങോട്ട് വിട്ടുകളഞ്ഞു നൃത്തം. നോക്കൂ, ഖഡ്വാങ്കൻ എന്ന ധരണീശനെ കാണുക ഒരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിരി. ഖഡ്വാങ്കന് ഇന്ദ്രദ്യുമ്നന് ആ ജന്മവും കിട്ടിയില്ല, പിന്നത്തെ ജന്മം എത്ര കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാൽ ഖഡ്വാങ്കനോ ഒരു മുഹൂർത്ത നേരം കൊണ്ടല്ലേ നീ മുക്തി കൊടുത്തത്. ഒട്ടല്ല നിൻ കളികൾ, ഓ ഭഗവാനെ നിന്റെ കളികൾ ഇങ്ങനെ 1-2 അല്ലാട്ടോ, തങ്ങളി വിരുദ്ധങ്ങളായവൾ, പരസ്പര വിരുദ്ധങ്ങളായിട്ട് തോന്നണു കേട്ടോ. എന്താ ഭഗവാൻ ഇതിൻ്റെയൊക്കെ താല്പര്യം മനസ്സിലാവണില്ലല്ലോ. ഈ സംസാരത്തിലെ അജ്ഞാനം കൊണ്ടുണ്ടായ കർമ്മവാസനകളാണ്. അജ്ഞാനം കൊണ്ടാണ് ശരീരാഭിമാനം വന്നത്. ശരീരാഭിമാനം കൊണ്ടാണ് അജ്ഞാനം കൊണ്ട് തന്നെ നനച്ചില്ല, തന്നെ മറന്നു. അതുകൊണ്ട് ദേഹാഭിമാനം വന്നു. അതുകൊണ്ട് ഓരോന്നിൽ ആഗ്രഹം വന്നു. ആ ആഗ്രഹങ്ങളെ കൊണ്ട് കർമ്മം ഉണ്ടായി. ആ കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കാൻ ജനിക്കേണ്ടി വന്നു. ജനിച്ചതുകൊണ്ട് ഈ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഈ ഓരോ ജീവന്മാരും ഈ സംസാരത്തിൽ വന്ന് കഷ്ടങ്ങൾ അനുഭവിക്കണോ? എന്തുകൊണ്ട്? ആ കർമ്മത്താൽ, പ്രാരബ്ധത്താൽ. ഈ ശരീരം പോയോണ്ട് രക്ഷയില്ല. വീണ്ടും കർമ്മം പുതുതായിട്ട് ശരീരം തരാൻ തയ്യാറായിരിക്കണ്ടല്ലോ. അജ്ഞാനം നശിക്കാത്തത്തോളം കാലം, സ്വരൂപ വിസ്മൃതി തിരിച്ചു സ്വരൂപ വിസ്മൃതി നീങ്ങി സ്വരൂപ സ്മരണ വീണ്ടെടുക്കാത്തത്തോളം കാലം ഇതിൽ തന്നെ തുടരേണ്ടി വരണു. അവസാനമോ ഭഗവാന്റെ ആ സ്പർശം ഉണ്ടായപ്പോൾ അജ്ഞാനബന്ധത്തിൽ നിന്ന് മുക്തനായി. അജ്ഞാനത്തിൽ നിന്ന് മുക്തനായ പിന്നെ ജീവൻ ആനയോ മനുഷ്യനോ മൃഗോ വലുതുവാണോ? അജ്ഞാനം കൊണ്ടാണ് ശരീര മനോബുദ്ധികളിൽ ഞാനെന്ന് അഭിമാനിച്ച് ചെയ്ത കർമ്മങ്ങൾ അനുഭവിക്കാൻ മനുഷ്യനായും മൃഗമായൊക്കെ ഇവിടെ വരേണ്ടി വരുന്നത്. അജ്ഞാനം നീങ്ങിയ ജീവൻ ഈശ്വരനാണ്. പരമാത്മാവല്ലേ അജ്ഞാനത്താൽ ജീവാത്മാവാനെ പോലെ വ്യവഹരിക്കുന്നത്. അതാണ് ഭഗവത് സ്വരൂപിയായി എന്ന് പറഞ്ഞത്. അത് നാം എന്ത് ചെയ്യണം? മനമാകുന്നതാം നളിന സൂനത്തെ നലമോടെ തവ പദതാരിൽ കരുണാമാർപ്പിപ്പൂ കരുണാസാഗര മുരഹര ഭവ മധുരീപോ. ഭഗവാനെ, ഈ മനസ്സാകുന്ന താമര, മനസ്സാക്ഷിയാകുന്ന ആ വിഷ്ണുവിൻ്റെ പാറത്ത് കയ്യിൽ കൊട സമർപ്പിക്കാറാവണം എന്നർത്ഥം. മനസ്സിനെ ഭഗവാന് കൊടുക്കാനാവണം എന്നർത്ഥം. പുറത്തെ താമരയല്ല നമുക്ക് സമർപ്പിക്കേണ്ടത്. ഗജേന്ദ്രൻ അങ്ങനെ സാധിച്ചു അല്ലേ? ഈ മനസ്സ് ചിത്തവൃത്തികളാണ്, ചിന്തകളാണ് മനസ്സിനുണ്ടാക്കണം. അതിന് പ്രകാശിപ്പിക്കുന്ന സാക്ഷിയായിരിക്കുന്ന ആ വിഷ്ണു ഭഗവാനുണ്ടല്ലോ, ആ ഭഗവാന്റെ കയ്യിലാണ് കൊടുത്താൽ പിന്നെ മനസ്സില്ല, പിന്നെ ഈ ജീവഭാവം ഇല്ല. വിഷ്ണു സ്വരൂപനായോ? അപ്പോൾ ആ കഥകളൊക്കെയാണ് ഇവിടെ എഴുത്തച്ഛൻ സ്മരിക്കുന്നത്. പക്ഷേ നമുക്ക് അതൊക്കെ ഇങ്ങനെ ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ പേടിയാവുന്നു. അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭഗവാന്റെ കഥയിലേക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. പിന്നെ അത് നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നോക്കൂ, ഭഗവാന്റെ വിചിത്ര ലീലകൾ നോക്കൂ. 6 മാസം കൊണ്ട് നാരദഭക്തനായ ധ്രുവന് ഭഗവാൻ ദർശനം കൊടുത്തൂലേ? ഒരു രാത്രി വെണ്ണില ഏതാനും യാമം, അവസാന യാമം ആ പിങ്കള എന്ന് പറഞ്ഞ വേശ്യാസ്ത്രീ, ആ മഹാത്മാവ്, അവധൂത മഹാത്മാവിൻ്റെ മേല് തട്ടിയ കാറ്റ് അവളുടെ മേലടിച്ചപ്പോഴേക്കും അവൾക്ക് വിവേകവും വൈരാഗ്യം ഉദിച്ചു. അവൾക്ക് ഭഗവാനെ ആശ്രയിച്ച് മുക്തയാവാൻ സാധിച്ചു എന്നർത്ഥം. നോക്കൂ ഓരോരുത്തരുടെ കഥ. പരീക്ഷിത്ത് മഹാരാജാവ് 7 ദിവസം കൊണ്ട് അദ്ദേഹം ഈ ആത്മസാക്ഷാത്കാരം, ജീവൻ മുക്താവസ്ഥ കൈവരിച്ചു എന്നർത്ഥം. ഓരോരുത്തരുടെയും
നമുക്ക് പറയാൻ പറ്റില്ല എന്നർത്ഥം. എന്താ അങ്ങനെ വരണതെന്ന്. ഇനി അടുത്ത വിചിത്രമായ വേറൊരു ലീല. ഖഡ്വാങ്കൻ എന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനുമെന്തു വിധി. ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ. നാരായണായ നമാം നാരായണായ നമ നാരായണായ നമ നാരായണായ നമം നാരായണായ നമം നാരായണ സകല സന്താപനാശനം ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമാം. ഇവിടെ ഈ ഇന്ദ്രദ്യുമ്ന മഹാരാജാവിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തി അല്ലേ? ആ ജന്മത്തിലില്ല മുക്തി, പിന്നെ ഒരു ആനയാക്കി തീർത്ത് അവിടെയും മുതലയെ കൊണ്ട് കടുപ്പിച്ച് ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യം ഉണ്ടായോ എൻ്റെ ഭഗവാനെ? അവിടുത്തെ എന്തിനാ അവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചാൽ പിടി കിട്ടണില്ല കേട്ടോ. എന്നാൽ ഖഡ്വാങ്കൻ എന്ന മഹാരാജാവ് സൂര്യവംശി രാജാവായിരുന്നു. ഖഡ്വാങ്കൻ്റെ വംശത്തിലെ മഹാപ്രഭു ശ്രീരാമചന്ദ്രനായിട്ട് അവതരിച്ചത്. ആ ഖഡ്വാങ്കൻ അദ്ദേഹത്തിൻ്റെ ഭക്തിനിഷ്ഠ ധർമ്മനിഷ്ഠ അദ്ദേഹത്തിൻ്റെ പ്രഭാവം അത്ര കേമായിരുന്നു. സ്വർഗവാസികളെപ്പോലും അത്ഭുതപ്പെടുത്തി എത്രയും നർത്തം. അങ്ങനെ സ്വർഗവാസികൾക്ക് യുദ്ധത്തിന് ആളില്ലാണ്ട് സഹായത്തിന് ഈ ഖഡ്വാങ്കനെ വിളിച്ചു കൊണ്ടുപോയവർ. അവരാൽ പോലും ആരാധ്യനായി വരുന്ന മഹാത്മ. യുദ്ധമൊക്കെ കഴിഞ്ഞ് അവർക്ക് അദ്ദേഹത്തിന് വരങ്ങൾ കൊടുക്കാൻ തയ്യാറായി. വിവേകിയായ അദ്ദേഹം കുട്ടിയിലെ മനസ്സ് ഭഗവാനിൽ ഉറച്ച ആളായിരുന്നേ. ബാല്യേ അധർമ്മേന മനസ്പൃശതെന്ന അദ്ദേഹം പറയണത്. കുട്ടിക്കാലത്ത് പോലും എൻ്റെ മനസ്സ് ഭഗവാനിലേക്കല്ലാണ്ട് ഈ വിഷയങ്ങളിലേക്ക് പോയിട്ടില്ല, അധർമ്മത്തിലേക്ക് പോയിട്ടില്ല. അങ്ങനെ ആ ഭക്തി വളർന്ന ആ മഹാത്മാവ് വരങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് ചോദിച്ചു, ആട്ടെ നിങ്ങൾ ഭോഗങ്ങളല്ലേ വരം തരിക, അതൊക്കെ അനുഭവിക്കാൻ ഇത്ര ആയുസ്സുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയോ അങ്ങേക്ക് ഏകദേശം മുഹൂർത്ത നേരം 2 നാഴികയുള്ളൂ ഇത്ര ആയുസ് നൃത്തം. കഷ്ടിച്ച് 1.5 മണിക്കൂർ ഉണ്ടായിരിക്കും. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഭോഗവും വേണ്ട, ഒന്നും വേണ്ട, വിഷയങ്ങളും വേണ്ട, എന്നെ നിങ്ങളൊന്ന് ഭൂമിയിൽ കൊണ്ടാക്കുമോ? സ്വർഗത്തിലിരുന്ന് മുക്കി സാധ്യമല്ല. ഭൂമിയിൽ അദ്ദേഹനെ കൊണ്ടാക്കി അദ്ദേഹം ആ രാജ്യമൊക്കെ വേണ്ടവരെ ഏൽപ്പിച്ചു. ആ 2 നാഴിക സമയം കൊണ്ട് മനസ്സ് ബാഹ്യവിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ആ ഭഗവത് സ്വരൂപത്തിൽ അങ്ങനെ ഏകാഗ്രപ്പെടുത്തി ധ്യാനിച്ച് ജീവൻ മുക്തനായിട്ട് ഈ ശരീരത്തെ അങ്ങോട്ട് വിട്ടുകളഞ്ഞു എന്നർത്ഥം. നോക്കൂ, ഖഡ്വാങ്കൻ എന്ന ധരണീശനെ കാണുക ഒരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനും എന്ത് വിരി. ഖഡ്വാങ്കന് ഇന്ദ്രദ്യുമ്നന് ആ ജന്മവും കിട്ടിയില്ല, പിന്നത്തെ ജന്മം എത്ര കഷ്ടപ്പെടേണ്ടി വന്നു. എന്നാൽ ഖഡ്വാങ്കനോ ഒരു മുഹൂർത്ത നേരം കൊണ്ടല്ലേ നീ മുക്തി കൊടുത്തത്. ഒട്ടല്ല നിൻ കളികൾ. ഓ ഭഗവാനെ, നിന്റെ കളികൾ ഇങ്ങനെ 1-2 അല്ലാട്ടോ. തങ്ങളിൽ വിരുദ്ധങ്ങളായവൾ, പരസ്പര വിരുദ്ധങ്ങളായിട്ട് തോന്നണു കേട്ടോ. എന്താ ഭഗവാൻ ഇതിൻ്റെയൊക്കെ താല്പര്യം മനസ്സിലാവണില്ലല്ലോ. ഈ സന്ദർഭത്തിൽ ഒരു സംശയത്തിന് മറുപടി പറയാം. സ്വാമിജി, ജീവിതത്തിൽ എന്നും താളപ്പിഴകൾ മാത്രമേ എനിക്ക് സംഭവിച്ചിട്ടുള്ളൂ. ഇപ്പോൾ എനിക്ക് വയസ്സ് 17 തികയുന്നു. ഇനിയും തീരാ ദുഃഖങ്ങൾ മാത്രമേ എന്നെ അലട്ടുകയുള്ളൂ. ചോദ്യമാണ്, എന്നും എന്നെ തീരാ ദുഃഖം അലട്ടുമെന്ന്. ഇവിടെ നോക്കൂ, ഈ ഭക്തന്മാർ, മഹാഭക്തന്മാരുടെ അവസ്ഥ, മഹാത്മാക്കൾ, അവതാര പുരുഷന്മാരുടെ അവസ്ഥ അല്ലേ? എന്നൊരു മഹാത്മാവിനെ കാണാൻ ഇന്ന് ഇതാ ഈ ഹരിനാമകീർത്തന ആ മഹാത്മാവ് പറഞ്ഞത് മുഴുവൻ. ഒരു മഹാത്മാവിനെ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറയാ, നോക്കൂ ഇതെന്താണെന്ന് ആലോചിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് മനസ്സിലാവണില്ല, ഒന്നും പഠിക്കണില്ല എന്ന്. എന്ത്? പരമഹംസർക്ക് ക്യാൻസർ വന്നു, രമണ മഹർഷി ക്യാൻസർ, എത്രയെത്ര മഹാത്മാക്കൾ. ഇങ്ങനെ ഓരോ മഹാത്മാക്കളുടെ ചരിത്രം എടുത്തിട്ട് എന്താ ഈശ്വരനെ ഭജിക്കുന്നവർക്ക് ഇങ്ങനെ കഷ്ടപ്പാടോ? ഭഗവാനെ ഭജിക്കാൻ വെച്ചാൽ എളുപ്പം തോന്നണില്ല. ഇങ്ങനെ കഷ്ടപ്പാടുകളും എന്തായാലും പിടികിട്ടണില്ല എന്നർത്ഥം. അപ്പോൾ വാസ്തവത്തിൽ ഭക്തന് കഷ്ടപ്പാട് വരണത് വാസ്തവത്തിൽ കൂടുതൽ ഭഗവാനെ ആശ്രയിക്കും. അങ്ങനെ ഭഗവത് സ്മരണ കൊണ്ട് ആ പ്രാരബ്ധത്തിലെ എല്ലാ ദോഷങ്ങളും നീങ്ങി ആ ഭക്തനെ ശുദ്ധീകരിച്ച് ഭഗവാനോട് ചേർക്കാനാ. ഇതറിഞ്ഞ കുന്തി എന്താ പറഞ്ഞത്? കുന്തി പറയാ, ഭഗവാനെ എനിക്ക് ദുഃഖമാണട്ടോ പ്രഭോ, അവിടുത്തെ ആ അനുഗ്രഹത്തിനും സാന്നിധ്യം അനുഭവിക്കാനും എന്നെ സഹായിച്ചത്. അതുകൊണ്ട് കൃഷ്ണ, എനിക്ക് സമ്പത്തല്ല വേണ്ടത്, ഇനിയും ആപത്തുണ്ടാവാൻ വരം തരൂ എന്ന് പറഞ്ഞു അല്ലേ? നോക്കണം, നിന്നെ സ്മരിക്കാൻ പറ്റിയത് ആപത്താണെങ്കിൽ തരക്കെടൊന്നുമില്ല, അത് തരൂ. നമ്മൾ ഓർക്കണം, ജീവിതത്തിൽ താളപ്പഴകൾ വരട്ടെ, കഷ്ടപ്പാടുകൾ വരട്ടെ, വ്യസനങ്ങൾ വരട്ടെ, അവിടെയൊക്കെ നാം ആ മഹാപ്രഭുവിൻ്റെ പാതാരബിന്ദങ്ങളെ സർവാത്മന ആശ്രയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ അനുഗ്രഹീതരാണ് എന്നർത്ഥം. ഇതാണ് അനുഭവസ്ഥന്മാരുടെ വാക്ക് എന്നർത്ഥം. എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു പാഴ്ജന്മം തന്നത്? ഒരിക്കലും വിചാരിക്കരുത് സർവജ്ഞനായ ഭഗവാപ്രഭുവിന് തെറ്റുപറ്റുമെന്ന്. നമുക്ക് കിട്ടിയത് പാഴ്ജന്മമാണെന്ന് നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് ഈ ജന്മം തന്ന സർവേശ്വരന് വിവരമില്ല, എനിക്ക് ഈശ്വരനേക്കാൾ വിവരമുണ്ടെന്നല്ലേ നമ്മൾ വിചാരിക്കണേ?
നമ്മുടെ ജന്മത്തെ ഈശ്വരസ്മരണയോടുകൂടി ഈശ്വരൻ്റെ കയ്യിൽ ഉപകരണം, പ്രഭോ അവിടുന്ന് എന്നെ കൊണ്ട് എന്ത് ചെയ്യുക നിശ്ചയിക്കണോ നടക്കട്ടെ, അവിടുന്ന് ജയിക്കട്ടെ, ഞാൻ തോൽക്കട്ടെ, അവിടെ വാസ്തവം നാം ജയിക്കുക. അവിടെയാണ് യഥാർത്ഥ അനുഗ്രഹവും കൃപയും. ഈ ഭൂമിയിലുള്ള ഓരോ സൃഷ്ടിക്കും പർപ്പസ് ഉണ്ട്. സ്വോദ്ദേശമാണ് സൃഷ്ടി, ആക്സിഡൻ്റൽ അല്ല, യാദൃച്ഛികമല്ല എന്നർത്ഥം. പാടുവാൻ അല്പം കഴിവുണ്ടെങ്കിലും അതുകൊണ്ട് എനിക്ക് ഇതുവരെയും വിഷമങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്താണ് കാരണം? ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. ഈ മഹാഭക്തന്മാരുടെയൊക്കെ കഥ കേൾക്കുമ്പോൾ തീരുമെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇങ്ങനെ ഈ ഇന്ദ്രദ്യുമ്നൻ ഇത്ര വലിയ ധർമ്മനിഷ്ഠൻ മഹാത്മാവ്, ഇങ്ങനെ നന്മ മാത്രം ചെയ്ത ഒരാള്, അദ്ദേഹത്തിന് ആ ജന്മം മഹർഷിയെ കൊണ്ട് ശപിപ്പിക്കുക, എന്നിട്ട് 1000 വർഷക്കാലം ആ ആനയാക്കിയിട്ട് മുതലയുടെ കടിയിൽപ്പെട്ട് കഷ്ടപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പം എന്തായിരിക്കും? നോക്കൂ, ഓരോരുത്തരുടെ ആ പ്രാരബ്ധ കർമ്മവാസനകൾ ഇത് നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ ധ്രുവൻ 6 മാസം കൊണ്ട്, പിങ്കളയ്ക്ക് ഒരു നാഴിക കൊണ്ട്, നോക്കൂ ഖഡ്വാങ്കൻ ഒരു മുഹൂർത്തം കൊണ്ട്, അല്ല പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട്. എന്താ അതിൽ? ഇത് ഭഗവാന്റെ ഇതായിരിക്കുമോ? ഇല്ല. നമ്മുടെ കർമ്മവാസനകളുടെ പ്രബലത ശക്തി എത്രയുണ്ടാവും? നമുക്ക് എത്രത്തോളം ഭഗവാനിൽ ശ്രദ്ധയുണ്ട്, ഭഗവൻ നാമത്തിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസമുണ്ട്, എത്രത്തോളം ആത്മാർത്ഥതയും തീവ്രമായും നമ്മൾ സാധന ചെയ്യുന്നുണ്ട്, ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ വേഗത.